എത്രയും ബഹുമാനപ്പെട്ട വന്ദ്യപിതാവേ, ഈ പുതിയ വർഷത്തിലും ഈ മാസത്തിലും ഞാൻ ചെയ്യുന്നതും ചെയ്യാനിരിക്കുന്നതുമായ സകല പ്രവൃത്തികൾക്കും കീഴ്വഴക്കത്തിൻ്റെ യോഗ്യത ഉണ്ടാകുന്നതിനു വേണ്ടിയും പുതിയ ഒരു ജീവിതം ഞാൻ തുടങ്ങി അതിലവസാനം വരെ നിലനിൽക്കുന്നതിനു വേണ്ടിയും സ്നേഹപിതാവിൻ്റെ സ്ലീഹായ്ക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. പുതുവർഷത്തിൽ ഞാൻ സമ്പാദിക്കേണ്ട പുണ്യത്തെയും ജയിക്കേണ്ട ദുർഗുണത്തെയും പുണ്യം ചെയ്യുന്നതിനു വേണ്ട പോംവഴികളെയും സ്നേഹപിതാവിൻ്റെ ഗുണദോഷ മറുപടി വഴിയായി ഈ അയോഗ്യ മകൾക്ക് പറഞ്ഞു തരണമെന്ന് അത്യധികം ആഗ്രഹത്തോടും താഴ്മയോടും കൂടെ അപേക്ഷിക്കുന്നു. പിതാവേ, ആരംഭിക്കാൻ പോകുന്ന പുതിയ ജീവിതത്തിൽ അവസാനം വരെ നിലനിൽക്കുന്നതിനു വേണ്ടി അങ്ങയുടെ തീഷ്ണതയുള്ള ജപധ്യാനങ്ങളിലും പ്രത്യേകം ദിവ്യപൂജയിലും അയോഗ്യ മകളായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ അനേകം തെറ്റുകളും വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതാന്തസ്സിൻ്റെ കടമയ്ക്ക് തക്കവണ്ണം അവിടുത്തെ ഒരിക്കലും ഞാൻ സ്നേഹിച്ചിട്ടില്ല. ഇനിയുള്ള കാലം അതിന് പരിഹാരം ചെയ്ത് ഈശോയുടെ തിരുഹൃദയത്തെയും പരിശുദ്ധ അമ്മയെയും സ്നേഹിക്കാൻ വേണ്ടി പിതാവ് പ്രാർത്ഥിക്കണമേ. പിതാവേ, സ്നേഹമുള്ള ഒരു ഹൃദയം അപേക്ഷിച്ച് മേടിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. പിതാവേ, കഴിഞ്ഞ മാസത്തിൽ 3-4 ദിവസം സമൂഹത്തിൽ പോകുന്നതിന് കുറച്ച് മടിയും ക്ഷീണവും തോന്നിയിരുന്നെങ്കിലും ദൈവാനുഗ്രഹത്താൽ ജയിച്ചു. ധ്യാനനേരത്തും നമസ്കാര സമയത്തും ചിലപ്പോൾ പല വിചാരം വരുന്നുണ്ട്. മനസ്സറിവോടെ ഒരിക്കലും അതിൽ നിലനിന്നിട്ടില്ല. മൗനം പാലിക്കുന്നതിനും ദൈവോർമ്മയിൽ ജീവിക്കുന്നതിനും എത്ര ജോലിയുണ്ടായാലും എനിക്ക് ദൈവാനുഗ്രഹത്താൽ യാതൊരു പ്രയാസവുമില്ല. കീഴ്വഴക്കത്തിനു വിരോധമായി യാതൊന്നും എൻ്റെ മനസ്സിൽ തോന്നുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല. ചിലപ്പോൾ സ്വന്തം മനസ്സിന് വിരോധമായി വല്ലതും സംഭവിക്കുമ്പോൾ ആവലാതിയെ ജയിക്കുന്നതിനും യാതൊരു പ്രയാസവുമില്ല. അതിനുള്ള അവസരം കിട്ടുന്നത് എൻ്റെ ഹൃദയത്തിന് വളരെ സന്തോഷമാകുന്നു. വിശുദ്ധ കുർബാന ദിനംപ്രതി കൈക്കൊള്ളുന്നതിനുള്ള ആഗ്രഹം വർദ്ധിച്ചു വരുന്നുണ്ട്. എനിക്ക് യാതൊരു പുണ്യവുമില്ലാത്തതുകൊണ്ട് അധികം ദുഃഖത്തോടുകൂടെ എൻ്റെ സ്നേഹരക്ഷിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും സകല യോഗ്യതകളും മറ്റും കാഴ്ചവെച്ചു വരുന്നു. പിതാവേ, ഞാൻ വലിയ ദേഷ്യക്കാരിയായിരുന്നു. എന്നാലിപ്പോൾ യാതൊരു സംഗതിയിലും ഈ ദുർഗുണം വരുന്നില്ല. ഇനി എപ്പോഴാണവ തലപൊക്കുവാനിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അശുദ്ധ വിചാരം ബോധത്തിൽ 2 ദിവസമുണ്ടായി. ഏകദേശം 3-4 നിമിഷത്തിലധികം നിന്നില്ല, ക്ഷണത്തിൽ പോയി. പിതാവേ, എല്ലായ്പ്പോഴും എൻ്റെ ബോധത്തിലൊരു വിചാരം ഇടവിടാതെ വരുന്നുണ്ട്. അത് എന്നേക്കാൾ എത്രയോ നല്ല അറിവും പുണ്യവുമുള്ളവരെ ലോകത്തിൽ വിട്ടിട്ടൊന്നിനും കൊള്ളരുതാത്ത ഈ എന്നെ ഏറെ പാപത്തിൻ്റെ വഴിയിൽ വീഴാനുള്ള നിർഭാഗ്യത്തിൽ നിന്ന് രക്ഷിച്ച് പരിശുദ്ധമായ ഈ അന്തസ്സിലേക്ക് വിളിച്ചിരിക്കുന്നത് ഒരു നല്ല ജീവിതം കഴിക്കാനല്ല, പിന്നെയോ ഏറ്റവും പുണ്യപൂർണമായ വിധത്തിൽ ഒരു പുണ്യവതിയാകത്തക്ക വിധം ജീവിക്കുന്നതിനാകുന്നു. ഈ വിചാരം എൻ്റെ ഹൃദയത്തെ അത്യധികം ദുഃഖിപ്പിക്കുന്നു. ഇതുവരെയുള്ള എൻ്റെ മന്ദജീവിതം വേഗത്തിൽ മാറ്റി എൻ്റെ വിളിക്ക് യോജിച്ച ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് സ്നേഹപിതാവിൻ്റെ എരിവുള്ള നമസ്കാരത്തിലും പ്രത്യേകം ദിവ്യപൂജയിലും ഈ പാവപ്പെട്ട മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഈ വർഷത്തിൽ പ്രത്യേകവിധം സ്നേഹപിതാവിൻ്റെ അനുഗ്രഹമുള്ള കൈകളിൽ എന്നെയും എൻ്റെ ആത്മാവിനെയും ഏൽപ്പിച്ചിരിക്കുന്നു. എന്നെ പുണ്യത്തിൽ മേൽപോട്ട് കയറ്റണമേ. എൻ്റെ വീഴ്ചകളും കുറവുകളും പുണ്യത്തിലുള്ള മന്ദതയും ദുർഗുണവും പറഞ്ഞു തന്ന് അങ്ങയുടെ സ്വാതന്ത്ര്യം പോലെ തിരുത്തണമെന്ന് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, ഞാൻ അനേകം തെറ്റുകൾ ചെയ്യുന്നവളും പുണ്യത്തിൽ നടക്കാത്തവളുമാകുന്നു. എന്നെ സഹായിക്കണമേ. അങ്ങയുടെ അപേക്ഷയ്ക്ക് എന്നെ മുഴുവനും ഏൽപ്പിച്ചിരിക്കുന്നു. സ്നേഹപിതാവേ, ഇതുവരെയും എനിക്ക് ചെയ്തു തന്ന എണ്ണമില്ലാത്ത ബുദ്ധിമുട്ടുകൾക്കും ഉപകാരങ്ങൾക്കും നന്ദിയുള്ള ഹൃദയത്തോടെ ഉപകാരസ്മരണ പറയുന്നു. പ്രത്യേക വിധത്തിൽ പാവപ്പെട്ട എൻ്റെ ഈ അയോഗ്യ അപേക്ഷകളിൽ ദിനംപ്രതി അപേക്ഷിച്ചു വരുന്നു. പുതിയ വർഷത്തിൻ്റെ സന്തോഷം എളിയ ഹൃദയത്തോടുകൂടെ പറയുന്നു. യാത്രയുടെ ബുദ്ധിമുട്ടുകൊണ്ട്
സ്നേഹപിതാവിൻ്റെ അസുഖം കൂടിയോ? എങ്ങനെയുണ്ടെന്നറിയാൻ ആഗ്രഹിക്കുന്നു. ഇനി പിതാവ് വരുമ്പോൾ ഒന്ന് തനിച്ചു കാണാൻ ആഗ്രഹിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്ലീഹായ്ക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഈ എഴുത്ത് കീറിക്കളയണമേ. എന്നങ്ങയുടെ അയോഗ്യ ശുശ്രൂഷയും എളിയ മകളുമായ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഏവുപ്രാസ്യ